Hello friends, എല്ലാവർക്കും ചുള്ളി വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ട്രഡീഷണൽ ഐറ്റം ആണ്, മീൻ പുളിയില ചമ്മന്തി. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. കുറച്ച് പുളിയില ഞാൻ ഇവിടെ വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. തളിരിലയും മൂത്തിലയും മിക്സ് ചെയ്താണ് എടുത്തേക്കുന്നത്. തളിരില മാത്രമായാൽ പുളി ഉണ്ടാവില്ല. തളിരില നമുക്ക് ഇതുപോലെ തന്നെ കിട്ടാം. മൂത്ത ഇലകൾ ഇങ്ങനെ ഉതിർത്തി ഇട്ടാൽ നമുക്ക് പെട്ടെന്ന് അരഞ്ഞു കിട്ടും. അപ്പോൾ ഇലകൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് നല്ല എരിവുള്ള 4 ഉണ്ടമുളക് എടുത്തിട്ടുണ്ട്. കാന്താരിയാണ് വേണ്ടത്, അതില്ലാത്തതുകൊണ്ടാണ് ഈ മുളക് എടുത്തത്. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതല്പം വെള്ളം ചേർത്ത് നല്ല കട്ടച്ചമ്മന്തിയുടെ ഭാഗത്തിൽ അരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പുളിയില ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ തേങ്ങ ചേർത്ത് അരച്ചെടുക്കാം. അതിന് വേണമെങ്കിൽ ഒരു 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് ഇത് അരച്ചാൽ മതിയാവും. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുറച്ച് കൊഴുവ കൂടി ചേർത്ത് കൊടുക്കാം. കുഞ്ഞു മീനാണ് സാധാരണ ഉപയോഗിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ചാള അയിലൊക്കെ ചെറിയ കഷ്ണമാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ടേസ്റ്റ് കൂടുതൽ ചെറിയ മീനായിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു വാഴയിലയിലേക്ക് ഇങ്ങനെ പരത്തിയെടുക്കാം. എന്നിട്ടത് നമുക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഒരു പഴയ ദോശക്കല്ല് വെച്ച് ചുട്ടെടുക്കണം. പുതിയ ചട്ടികളൊന്നും ഉപയോഗിക്കേണ്ട, പഴയതൊക്കെ ദോശക്കല്ലുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കിത് ഈ ദോശക്കല്ലിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ അമർത്തി കൊടുക്കുക. ഒരു 10 മിനിറ്റ് 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. കുറച്ച് കഴിയുമ്പോൾ ഈ ഇല കരിഞ്ഞു തുടങ്ങും. ഇല കരിയുമ്പോൾ നമുക്ക് ഇതുപോലെ വേറൊരു ഇലക്കഷ്ണൻ്റെ അടിയിലേക്ക് വെച്ചെടുത്ത് ഒന്നുകൂടെ ഇതും പൊതിഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇല മുഴുവൻ കത്തിപ്പോവില്ല. ഇതിന് പകരം 2 ഇല ഒരുമിച്ച് വെച്ചിട്ട് വേണമെങ്കിലും വെക്കാം. പക്ഷേ വേവാൻ താമസം വന്നുകൊണ്ടാണ് ഞാൻ ഒരില വെച്ചേക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മുടെ മീനൊക്കെ ശരിക്കും വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് 2ാമത്തെ ഇല എടുത്ത് മാറ്റാം. എന്നിട്ട് കുറച്ച് നേരം ആ 1ാമത്തെ ഇലയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നല്ലോണം ഉണങ്ങി കിട്ടും. ഇതിപ്പോൾ നമ്മൾ നല്ലോണം ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങ ചേർത്ത് ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട്. അത് നോക്കി ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് തേങ്ങ ചേർത്ത് അരച്ചു വെച്ചേക്കുന്നതും ഇതുപോലെ തന്നെ ഇലയിലേക്ക് പരത്തിയെടുക്കാം. ഞാൻ 2 ഇല വെച്ചിട്ടാണ് ഇത് പരത്തുന്നത് കേട്ടോ. ഇനി മീൻ കഴിക്കാത്തവർ വിഷമിക്കേണ്ട. അവർക്ക് വേണമെങ്കിൽ ഈ ചമ്മന്തിക്കൂട്ട് തേങ്ങ ചേർത്ത് അരച്ചെടുത്തത് ഇലയിലേക്ക് പരത്തി ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അതല്ലെങ്കിൽ വെറുതെ തേങ്ങ ചേർത്ത് അരച്ച് ഉപയോഗിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. അങ്ങനെ ഒന്ന് അരച്ച് നോക്കണം. ഇപ്പം നമ്മളിവിടെ 3 തരത്തിൽ പുളിയില ചമ്മന്തി റെഡിയാക്കി. 2 മീൻ പുളിയില ചമ്മന്തി, പിന്നെ മീനില്ലാത്ത ഒരു ചൂടാത്ത ചമ്മന്തി. അപ്പോൾ നമ്മുടെ പുളിയില ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ നല്ല സ്വാദാണ്. ഒരു കിണ്ണം കഞ്ഞി കുടിക്കാൻ പുളിയില ചമ്മന്തി ഇത്തിരി മതി. അത്രയ്ക്കും സ്വാദുള്ള പുളിയില ചമ്മന്തിയാണ്. ഒരു പഴയകാല രുചിക്കൂട്ടാണ്. എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് 3 തരം കിടിലൻ പുളിയില ചമ്മന്തിയാണ് ഇന്നിവിടെ തയ്യാറാക്കിയത്. ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്